ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ മീൻ കോഴിയൊക്കെ വൃത്തിയാക്കാൻ പോകണേ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് മീനൊക്കെ പിടിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞ മാതിരി നമുക്ക് ചെയ്യാം. ഫുള്ള് അതിലുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ മീൻ എന്തൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ക്യാമറമാനാണ് ഇതിൽ ഫുള്ള് കാണിക്കണം കേട്ടോ. അപ്പോൾ ഫുള്ള് സെറ്റാക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വരുന്നത്. വള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനത്തിന് പോലും കാണുന്നില്ല. ഇതിലാകെ മാനമരയൊക്കെ കാണുന്ന ആ മോട്ടറാണ്. ആ മോട്ടർ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ആ മോട്ടറിൻ്റെ പൈപ്പ് പൂരാണ്. അതേമാതിരി ഇതിൻ്റെ ഉള്ളത്തെ ഫുള്ള് വാലി നമുക്ക് എടുത്ത് ഒഴിവാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വാലൊക്കെ എടുത്തിട്ടാണ് ഒഴിവാക്കി തുറക്കട്ടാം. അതിനെ കുറച്ച് കല്ല് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ഉള്ളെടുത്തിച്ചോ നമുക്ക് ഫുള്ള് ഇങ്ങനെ എടുത്ത് ഒഴിവാക്കണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ആ ഒരു പകുതി വരെ ഇതാക്കിയിട്ടുണ്ട്. പല പകുതി വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി അങ്ങോട്ട് വേറെ പീസ് എടുത്താണ്ട് യോജിപ്പിച്ച് വെച്ചാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്കിപ്പോൾ പ്രശ്നങ്ങൾ ഓരോന്ന് വരുന്നത്. ഇതിപ്പോൾ വെള്ളം നല്ല ചാണകം കലക്കിയ മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഏകദേശം നമ്മൾ ഇപ്പോൾ കല്ലൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മോട്ടർ നമുക്ക് ഊരിയേക്കാം. നമ്മളെ മോട്ടർ വരുന്നതാണ്. മോട്ടർ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സേഫാക്കി വെക്കുകയാണ്. നിലത്ത് വീണിട്ട് ഞങ്ങൾ വലിയ രസം ഉണ്ടാവില്ല. ഇവിടെ നമ്മളതൊന്ന് സേഫാക്കി വെച്ചിട്ടുണ്ട്. ഈ പൈപ്പ് മോട്ടറിൻ്റെ ഇത് നമ്മളിവിടുന്ന് മാറ്റിച്ചിട്ടുണ്ട്. ഈ ഫുള്ള് വലിയ നമുക്ക് ഈ സൈഡിലേക്ക് ഇടാം. ചെറിയ പണി കിട്ടാം. ഇപ്പം നമ്മളിവിടുന്ന് ഫുള്ള് വല നമ്മൾ ഈ സൈഡിലേക്ക് ഇട്ട് പിന്നെ ഇതാക്കണം. നമ്മളെ ഫിൽറ്റർ ഇതിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ വലൻ്റെ മുകളിലായിരുന്നു ഇവിടെ ആയിരുന്നു ഫിൽറ്റർ ഇരുന്നതെന്ന്. അപ്പോൾ നമ്മൾ വല ഫുൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്യാമറമാൻ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം എല്ലാം തുറന്നിടാം. ഇനി ഇതിൽ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് കാര്യമില്ല. കാരണം അവിടെ നമ്മളൊരു കവർ കുത്തി തിരികെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ മെല്ലാണ് കൂട്ടിക്കുക. പറ ആൽബിനോനെ പിടിക്കുമ്പോൾ ആ കമ്പി കുത്തിനെ ശ്രദ്ധിക്കണ്ട. അതീമ ഈ വലമ്പോൾ ഫുള്ള് കമ്പിയാണ്. മറ്റേ വല രണ്ടും കൊണ്ടേക്കണം. ആൽബിനെ നോക്കും ഇവിടെ. നമുക്ക് ആദ്യം തന്നെ ദീമെന്നുള്ള കവറാണ്ട് ഊരി കൊടുക്കാം. ഉണ്ടോ? കവർ ഊരി കൊടുത്തു. ഇനി ഇവിടെ ഒന്ന് ചവിട്ടി പിടിച്ചോ. ഇവിടെ അവിടെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ മീൻ പോകും. വെള്ളം എല്ലാം തുറന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ കോരിക്കളയാം കേട്ടോ. കുറച്ചിങ്ങനെ കോരിക്കളയാം. ഇപ്പോൾ ഫുള്ള് മീൻ അവിടെ നിന്നാണ് പിടിച്ചിട്ടുണ്ട്. എന്താവുമെന്ന് നല്ലാക്കറിയാം. നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ കോരി ഒഴിവാക്കാം. എന്നാൽ പെട്ടെന്ന് വെള്ളം പറ്റിക്കഴിഞ്ഞോളും. അതിന് കുറച്ച് വെള്ളം ഇങ്ങനെ കോരിണ്ട് ഒഴിവാക്കി കൊടുക്കുകയാണ്. മറ്റേത് വെള്ളം പെട്ടെന്ന് കഴിയൂല കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്ത് ഒഴിവാക്കാം. ഈ വെള്ളത്തിൻ്റെ കളർ കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഇതാ ഈ നോക്കിയാൽ മതി. കണ്ടില്ലേ? ഒരുമാതിരി വെള്ളമുണ്ട്. ഇതാണ് നമ്മളെ പുതിയ അതിഥി ആൽബിനോ. അപ്പോൾ നമുക്കിപ്പോൾ അതിനെ അവിടേക്ക് മാറ്റിയിടുക. അതിനോടക്കിപ്പോൾ മാറ്റിയിടണ്ട. നമുക്ക് നിലവിൽ അവിടുത്തെ അയച്ചു വിട്ടാളാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ഈ ബക്കറ്റ് തന്നെ നമുക്ക് ഇട്ടാക്കാം. പിന്നെ ഇന്ന് ഇതിക്ക് വേറെ അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാത്തിരിക്കുക. അതിൻ്റെ ഒരു വീഡിയോ വരും ഗൈസ്. പിന്നെ ഇതാണ് നമ്മളെ പുലിവാഹ. അത്യാവശ്യം കളറ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കി മനസ്സിലാവും. സാധാരണ പുലിവാൻ്റെ ഒരു ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള കളറ് ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ മൂന്നെണ്ണത്തിനും പിടിച്ചിട്ട് അതിന് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാണിച്ചു തരട്ടാ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിച്ച് ഇതാക്കണം. ഒരു സിലോപ്പിനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും മീനിനെ ഇതിൽ പിടിച്ച് വെച്ചിരിക്കണം. ഇനി ഇതിനിടുമ്പോൾ നമ്മൾ കാണിച്ചു തരാം ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും. ഇത് എത്ര വലുപ്പമുണ്ട്, എന്തൊക്കെ പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരട്ടോ. ഇപ്പോൾ നമുക്ക് വെള്ളം ഏകദേശം ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കിയും കൂടി വറ്റിച്ചേട്ടാ നല്ലോണം കലക്കിയിട്ട് വറ്റിക്കട്ടെ. കുറച്ച് സിലോപ്പിയും കൂടി ഉണ്ട്. അതിന് നമുക്കങ്ങോട്ട് പിടിച്ചെടുക്കാം. ആ മൂലൊക്കെ സിലോപ്പിൻ്റെ കേട്ടോ. അതിനെ പിടിക്കാം നമുക്ക്. കിട്ടിയോ? അവിടുന്ന് കിട്ടിയിട്ടില്ല. കിട്ടി. അങ്ങനെ പൊടി സൈസാട്ടോ. ഇതിലേറെ പോയി. ഇതിലേറെ പൊടി സൈസാണ് ഇതിൽ കൊടുത്തിട്ടില്ല. അതിനൊക്കെ പിടിച്ചാണ് വാഹ തിന്നിക്കണേ. അതുകൊണ്ട് തന്നെ വാഹക്ക് നല്ല രീതിയിൽ കളറും കയറി കിട്ടിയിട്ടുണ്ട്.
വളരെ അപൂർവത്തിലാണ് ഇത്ര. ഞാൻ ചെറിയ വലിപ്പത്തിൽ ഓടുന്നിട്ടല്ല. ഇപ്പം തന്നെ അതിൻ്റെ പഴയൊരു വീഡിയോ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലുതായിട്ടുണ്ടെന്നൊക്കെ. ഇതുണ്ടല്ലേ ചെറിയ സിലോപ്പി. ഇതിനൊക്കെ എടുത്ത് തിന്നാവുന്നുള്ളൂ, പക്ഷെ അവന് തിന്നണില്ല. എന്താ സംഭവം എന്നാവും. ഇപ്പം നമുക്കിപ്പോൾ എല്ലാത്തിനും എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ബക്കറ്റിൽ. ഇതാണ് ഇപ്പോൾ വെള്ളം ഇല്ലാത്ത നമ്മളെ ബാരൽ കണ്ടില്ലേ. മോട്ടറൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ. മോട്ടറൊക്കെ ഇതൊക്കെ നിൽക്കണേ. അടുത്ത സിലോപ്പി. ഇത് സിലോപ്പി അല്ലല്ലോ, പൊരിക്കണോ? പൊരിക്കണ വരുന്നുണ്ട് കേട്ടോ സിലോപ്പിനെ കണ്ടിട്ട്. എന്തത് ഫുള്ള് ചാട്. എനിക്കൊന്നും ജീവിക്കണ മക്കളെ. എല്ലാത്തിനും അയക്കിട്ട് വെച്ചിക്കണ്. ഇനി ബാക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് വറ്റിച്ചിട്ട് കാണിച്ചിട്ടോ ഇതിൻ്റെ ഉൾവശം എല്ലാം. ഇതാണിപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ. കറക്റ്റ് ചാണകമൊക്കെ കലക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അതാണിപ്പോൾ അവസ്ഥ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ആയതെന്ന് നമുക്കറിയില്ല. ഒന്നാമത് ഇപ്പോൾ വെയിൽ വന്നിട്ട് അൾട്രി വാട്ടർ ആയതും, രണ്ടാമത് നമ്മൾ ബാക്കി വരുന്ന ഫിഷിൻ്റെ ഫുഡും അങ്ങനെ ആദ്യമൊക്കെ ഇറക്കാം. കാരണം നമ്മൾ കൂടുതൽ മീനെല്ലാം ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് ആയതേക്ക് കാരം നോക്കാം. ഇപ്പം ഈ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഏകദേശം 1 month ആയിട്ടുള്ളൂ. കണ്ടാൽ പറയില്ല 1 monthിലേറെ ആയിന്നേ പറയുള്ളൂ. കാരണം അത്രയും കച്ചറായിട്ടുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പോൾ വെയിലായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രേ പറ്റിക്കണുള്ളൂ. നമ്മൾ വാൽവ് കൂട്ടിയിട്ടിരിക്കണേ. സംഭവം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ പക്ക പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വെള്ളം ഒഴിച്ച് മീനിടുമ്പോൾ അറ്റങ്ങൾക്ക് അതിൻ്റെ pH ലെവൽ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കും, നമ്മുടെ പൈസ കൊണ്ട് പോകും. അപ്പോൾ അതിലേറല്ലേ നമ്മൾ ഇത്ര വെള്ളം വെച്ചിട്ട് ബാക്കി വെള്ളം നമ്മൾ റീഫിൽ ചെയ്യണം. അല്ലെങ്കിൽ അറ്റങ്ങളെ pH ലെവൽ കുളമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണതാണ്. മീനിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയുന്നതാണ് കുളമാവുന്നുള്ള ആകെ. അപ്പോൾ നമുക്ക് ഇനി വെള്ളം നേരെ ഇതിലോട്ട് തുറന്നിട്ടാണ് തുടങ്ങാം. ഇതൊക്കെ നമ്മൾ പൈപ്പ് തരണേ. പൈപ്പ് നേരെ ടാങ്കിൽ നട്ടായിരുന്നേ. നമുക്ക് നേരെ തുറന്നിട്ട് തുടങ്ങാം. നമ്മൾ വെള്ളം നോക്കുന്ന ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് മീനാട് വീരി കാണിച്ചാൽ ഇതിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ്. അതിന് മുമ്പ് നമ്മളെ മീൻ കുളത്തിൻ്റെ ഉള്ളിപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടില്ല. അത്യാവശ്യം എല്ലാ ആൾക്കടിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും വലിയ ഫിനിഷിങ്ങിലൊന്നല്ല ഞാൻ തേച്ചിട്ടുള്ളത്. കണ്ടില്ലേ അങ്ങനെ ഇപ്പോൾ വരുന്നത്. നമ്മളിപ്പോൾ ഫുള്ള് വെള്ളമൊന്നും വറ്റിച്ചിട്ടില്ല. ഏകദേശം ഒരു വിരലിൻ്റെ ഒരു വരയോളം നമ്മൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വല്ലാതെ ഒന്നും കാണില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വറ്റിക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മീനാളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മീനാളിപ്പോൾ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിനുള്ളിൽ കാണുന്നുണ്ട്. ആദ്യം അതിനിപ്പോൾ തന്നെ വിടണ്ട. ഇതാണ് നമ്മളെ ആൽബിനോ പാക്കു. ഈ ആൽബിനോ പാക്കു നമ്മളിപ്പോൾ തന്നെ വിടുന്നില്ല, കാരണം ഞങ്ങൾക്ക് നിൽക്കാനുള്ള വെള്ളമില്ല. നമ്മൾ ആദ്യം സിലോപ്പിൻ്റെ എന്തിനൊക്കെ വിടാം. സിലോപ്പിൻ്റെ അടുത്ത് ഇതാണ് നമ്മളെ സിലോപ്പി. നമ്മളിപ്പോൾ ഇതിൽ ചെറിയ സൈസിൽ കൊടുത്തിട്ടല്ലേ, ഇതിന് ചെറിയ സൈസിൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത്ര അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ഇതിലിട്ടേക്കാം. നിങ്ങൾ എങ്ങനെയായാലും അറ്റങ്ങൾ എടുക്കാനുള്ള സൈസ് ഉണ്ട്. പിന്നെ വാഹനം എന്തിനാന്ന് ഇപ്പോൾ കൊടുത്തിടാൻ പറ്റൂല. അത് ചാടി പോയിക്കണ്. അങ്ങനെ വിടാൻ എന്നെ വിചാരിച്ചിട്ടില്ലടാ. നമുക്ക് സ്നേഹമില്ല എന്നോട്. അടുത്ത 2 എണ്ണം. ഒരു ചെറിയ കുട്ടിയുണ്ട്, പിന്നെ ഒരു തള്ളുണ്ട്. നമുക്ക് ഈ മൂലൊക്കെ ഇട്ടേക്കാം. അറ്റങ്ങൾക്ക് അവിടെ നിൽക്കാം നല്ലത്. ഇനി ഒരു സിലോപ്പി ഉണ്ടോ? സിലോപ്പി ഇനിയുണ്ട്. വാഹക്ക് നല്ല രീതിയിൽ കളർ കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വാഹ നല്ല രീതിയിൽ കളർ കയറിയിട്ടുണ്ട്. അതിനിട്ടാളെ നമുക്ക് സിലോപ്പിന് മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് കറക്റ്റായിട്ട് ഇടും. എൻ്റെ കണ്ണിക്ക് വെള്ളം തെറിച്ച് അങ്ങനെ തന്നെ. നമ്മൾ ആ മൂലയ്ക്ക് ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, പിന്നെ അവിടെ ഉണ്ടോ സിലോപ്പി നല്ല രീതിയിൽ വലുപ്പം വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കിടന്നിട്ട് നമ്മളതീത്തെ ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തോന്നണേ. കുഴപ്പമില്ല, അവിടെ കിടന്നോട്ടെ. ഒന്നങ്ങനെ അവിടെ ഒരു കൂട്ടം അങ്ങനെ ഇവിടെ. ഈ ബാക്കി ഇതിലുണ്ട്. കലക്കല്ലേ അറ്റങ്ങൾ പേടിക്കും. അടുത്തൊക്കെ വാഹയാണ്. ഈ സിലോപ്പി കാര്യമായിട്ടില്ലല്ലേ. ഇനി കാര്യമായിട്ട് സിലോപ്പി ഇല്ലാന്ന് തോന്നണേ. ഉണ്ടാവും, ഒന്നുണ്ടല്ലേ. നമ്മളെ ആൽബിനോ പാക്കുവാണ് ഈ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷെ ആരും കമൻറ്റ് ചെയ്യണ കണ്ടില്ല. ഇതാണ് നമ്മളെ സിലോപ്പി. കണ്ടോ, എല്ലാവരും കൂടി ഇങ്ങനെ നാട് ചുറ്റി ഇറങ്ങിയതാണ് തോന്നുന്നത്. നാട് കാണിച്ചൊരുത്തും കൂടി പോകണ മാതിരി. നമ്മൾ ട്രിപ്പും ഉണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രപ്പം നമ്മൾ ആക്കിയിട്ടുള്ളൂ. നമ്മൾ ഈ ഓട്ട, അതായത് ഓക്കെ നമ്മളെ ഈ വാൽവിൻ്റെ ഓട്ട നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്.
കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ മീൻ ഇറങ്ങിപ്പോവല്ല അതിൻ്റെ ഉള്ളിൽ പോയി കണ്ട് കൊടുക്കും. ഇതിലുള്ളതിൽ ഏറ്റവും വലിയ സിലോപ്പിയാണ് ഈ നിൽക്കുന്നത്. കണ്ടില്ലേ? ഇത് ഞാൻ തൊട്ടിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനത്തിന് ഒരു കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 30 രൂപ എങ്ങനെയായാലും കൊടുക്കേണ്ടിയിരുന്നു ഇതിന്. അതുകൊണ്ട് നമ്മൾ മെല്ലെ അയച്ചിട്ടിരിക്കുന്നു. വീട്ടിൽ പൈസ കളയണ്ടല്ലോ. പിന്നെ നമ്മളെ ഇതിലുള്ള ഐറ്റംസാണ് ഓരോന്ന്. കണ്ടില്ല നിൽക്കണ്ടില്ലേ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ പുലിവാഹനാണ് പിടിച്ചാണ്. കണ്ടില്ലേ? നമ്മൾ കൊടുന്നിട്ടില്ലാറെ സൈസ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല സൈസും വെച്ചിട്ടുണ്ട്, കളറും കയറി തുടങ്ങുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഒരു വൈറ്റ് സ്പോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പുലിവാഹനം മൊത്തം നല്ല രീതിയിൽ സ്പോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ അധികം പിടിച്ച് ഇതാക്കണില്ല. കണ്ടില്ലേ? ഒരു വൈറ്റ് സ്പോട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കളർ കയറുന്നുണ്ട്. അതിൻ്റെ തലമുല കണ്ടില്ലേ? ബ്ലാക്ക് പുള്ളിന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിലും നല്ല രീതിയിൽ ഒരു കളർ കയറി പുലിവാഹം ഉണ്ടായിരുന്നു ഇതിൽ. അതെവിടെ? അതിനെ പിടിച്ചോ? നല്ലൊരു കളർ കയറിയ പുലിവാഹം ഉണ്ട്. ഇതല്ല, ആ വലിയ ഇതാക്കണം. ഇത് നല്ല രീതിയിൽ കളർ കയറി തുടങ്ങിയിട്ടുണ്ട്, നല്ല സൈസ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് എടുക്കുന്ന ഇവനാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ 2-3 ദിവസം ഇനിയിപ്പോൾ വെള്ളം മാറ്റിയതല്ല, 2-3 ദിവസം ഫുഡ് എടുത്തിട്ട് കാര്യമില്ല. ഒറ്റങ്ങൾ ഫുഡ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല രീതിയിൽ പാനിക് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 2-3 ദിവസം ഫുഡ് എടുക്കണമെന്ന് കാണിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൽ കാണിക്കട്ടെ ഇതിന് ഫുഡ് കൊടുക്കണമൊക്കെ. ഇത് പണ്ടില്ല വലിയ മീനാണ് നടക്കുന്ന മരമാണ് ഒറ്റങ്ങൾ നടക്കുന്നത്. തൊള്ളയും മുളച്ചാണ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് ചൊറ്റത്തിനും നടക്കുന്നത്. നമുക്ക് ഇനി അത്യാവശ്യം കുറച്ച് വെള്ളമാണ് കയറിയതിൻ്റെ ശേഷം നമുക്ക് പുലിവാനും ഇതിനൊക്കെ തുറന്നിടാം. അപ്പോൾ ഓക്കെ. അപ്പം ഇനി നമ്മളെ വെള്ളം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇറക്കി വിടാനുള്ള വെള്ളമായിട്ടുണ്ട്. അപ്പം ഇനി അടുത്തായിട്ട് ഇറക്കി വിടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആൽബിനോടെ ആ ആൽബിനോൻ്റെ കളറൊക്കെ ഒന്ന് നോക്ക്. എന്താലേ അടിപൊളി കളറാണ്. നമുക്ക് ആദ്യം തന്നെ ഇറക്കി വിടാം ആൽബിനോനെ. ഓക്കെ, നമ്മൾ അതിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ആ രസം നോക്ക്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇതാ അടുത്ത ആൽബിനോ, അതിന് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത എന്താ? പുലിവാഹ. അടുത്ത് നമ്മൾ ഉള്ളതിൽ വലുതല്ലേ? ഉള്ളതിൽ വലിയ പുലിവാഹനാണ് നമ്മൾ ഇറക്കിയിടാൻ പോണ്. എന്താണ് കേസിലെ ഇങ്ങോട്ട് പിടിച്ചൂടെ അതിനെ? ഒന്ന് ചാടി പോയിട്ടുണ്ട്, രണ്ടാമത് ചാടി പോയിട്ടുണ്ട്, ഇനി മൂന്നാമത്തെ ഇല്ല. ഓടിയെടുക്കുന്ന സാധനങ്ങളാണ് പുലിവാഹ. ഏറ്റവും ചെറിയ പുലിവാഹാണ് അടുത്തേ. പിടിക്ക. ഓക്കെ, അടുത്ത ചെറിയ പുലിവാഹന നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കളറൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ നീല കളർ കയറാനുള്ള ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒഴിവാക്കാം. അവൻ ചാടിയിട്ടുണ്ട്. ഇവിടെ വിട്ടത് അവിടെയാണ് അവൻ ലാൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഏകദേശം എന്താക്കിയിട്ടുണ്ട്. ആൽബിനോ ആക്കണേ ആ കവറിൻ്റെ അടിയിലേക്കാണ്. നമുക്ക് ഇതിൽ പിടിച്ച് ചെയ്യുന്ന വെള്ളം തീക്കുന്നുണ്ട്. കാരണം അവർ PS ലെവൽ ഒന്നുകൂടി സെറ്റായി കൊണ്ടുവച്ചിട്ടാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, സെറ്റായില്ലെങ്കിലും മറ്റങ്ങൾക്ക് ഇത്ര വലിയ സീനൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് ആൽബിനോ പോകുന്ന ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞങ്ങൾക്ക് ഈ വെള്ളമൊക്കെ കറക്റ്റാക്കി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മോട്ടർ നമ്മൾ ആ മൂലക്കായിരുന്നു വെച്ചിരുന്നത്, അത് നമ്മൾ നേരെ നടുക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിരുന്നു നമ്മൾ ടാങ്ക് വെച്ചിരുന്നത്. ടാങ്ക് ഞാൻ കുറച്ച് ഓട് അട്ടിട്ടാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇറ്റ്സ് ബീൻ അസാൻ സൈനിങ് ഔട്ട്.